ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനൊരു ചെറിയൊരു ആശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു ഷോപ്പിങ്ങിന് പോയിരുന്നു. ആ സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് കണ്ടു. അത് വാങ്ങണമോ എന്നാലോചിച്ച് ഞാനിങ്ങനെ ഒന്ന് സസ്പെക്റ്റ് ചെയ്തിരുന്നു, വേണമോ വേണ്ടതെന്ന്. കാരണം വെച്ചാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ റിലേറ്റഡായിട്ട് എൻ്റെ കയ്യിലുണ്ട്. എന്നാലും അത് ഭയങ്കര ക്യൂട്ട്നെസ് ആയത് ഓക്കെ, നമുക്ക് അടുത്ത ഷോപ്പിങ്ങൊക്കെ തീരുന്നതിന് മുമ്പ് വാങ്ങാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ടായി. എന്നാൽ അത് മറന്നുപോയി, വാങ്ങാനായിട്ട് പറ്റിയില്ല. പിറ്റേ ദിവസം അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ഓർമ്മകൾ വന്നതുകൊണ്ട് വീണ്ടും ഒരു ഷോപ്പിങ്ങിന് പോകാനായിട്ട് റെഡിയായി. ഞാൻ ആദ്യം പോയി അന്വേഷിച്ചത് ആ ഒരു പ്രൊഡക്റ്റാണ്. നിർഭാഗ്യവശാൽ ആ പ്രൊഡക്റ്റ് അവിടെ ഫിനിഷായി. കാരണം വെച്ചാൽ അത്രയും നാളും സെയിലില്ലാതെ ആരും വാങ്ങിക്കാതിരുന്ന ഒരു പ്രൊഡക്റ്റ് അവരൊരു പർട്ടിക്കുലർ ടൈമിൽ ഒരു ഡിസ്പ്ലേ ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ അത് പർച്ചേസ് ചെയ്തു. ഒരു പീസെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് ഞാൻ സെയിൽസ് മാനേജറിനോട് ചോദിച്ചപ്പോഴും എനിക്കത് ഇല്ല എന്നാണ് മറുപടി കിട്ടിയത്. ഭയങ്കരമായിട്ട് വിഷമമായിപ്പോയി. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വേണമെന്ന് നമ്മുടെ കയ്യിൽ കൊണ്ടെത്തുന്ന സമയത്ത് നമ്മളത് വേണ്ട എന്ന് വെക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും രണ്ടാമതായിട്ടൊന്നും തിങ്ക് ചെയ്യണം. നമുക്കത് ആവശ്യമാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു സ്പോട്ടായിട്ട് എന്ത് ചെയ്യുക, ഒരു ഡിസിഷൻ എടുക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് ഷോപ്പിംഗ് ചെയ്യണമെന്ന് പോലുള്ള ഒരു മൂഡ് പോലും ഇല്ലാതെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായി എൻ്റെ ചിന്ത മുഴുവനുമായിട്ട്. എന്നാലും ഒരുപാട് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് വേറെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. സോ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിനും മിസ് ചെയ്യരുത്. ടേക്ക് കെയർ. ബൈ ബൈ.